ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് പിസ്സ അല്ലേ? എന്നാൽ എപ്പോഴും കടയിൽ നിന്ന് വാങ്ങുന്ന കാര്യം നടക്കുകയില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറച്ച് എങ്ങനെയാണ് ഒരു പിസ്സ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് കാണാം. അതും മാവ് അധികം കുഴയ്ക്കാതെ ഉണ്ടാക്കുന്ന നോനെഡ് പിസ്സ. അപ്പോൾ എളുപ്പമല്ലേ? പിസ്സ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദമാവ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. 1 ടീസ്പൂൺ ഈസ്റ്റും 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് മാവിലേക്ക് നമുക്ക് ചേർക്കാൻ സാധിക്കും. സെപ്പറേറ്റ് ആയിട്ട് ഈസ്റ്റ് പതയാനായിട്ടൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിനി 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി വേണം. ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അധികം പ്രസ് കൊടുക്കേണ്ട, സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ തന്നെ 2-3 മിനിറ്റ് മാത്രമാണ് ഇത് കുഴച്ചെടുത്തത്. ഇനി ഒരല്പം ഒലിവ് ഓയിൽ കൂടി പുരട്ടി ഇതൊന്ന് പൊങ്ങാനായിട്ട് വയ്ക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് 1 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊന്തി വരും. എയർ ഉള്ളിൽ കിടക്കാതെ നല്ലതുപോലെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് ചിക്കനാണ്. 1/2 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞത്. ആവശ്യത്തിന് ഉപ്പും അല്പം കുരുമുളക് പൊടിയും കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങുമാണ്. ഇതെല്ലാം ആവശ്യാനുസരണം ചേർക്കുക. കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് ഞാനിതെല്ലാം കുറച്ചാണ് ചേർത്തത്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചീസാണല്ലോ. ചീസും ഞാൻ അധികം എടുക്കുന്നില്ല, കുറച്ച് മാത്രമാണ് എടുക്കുന്നത്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമല്ലോ. പാൻ ചൂടാക്കി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരല്പം എണ്ണ ചേർത്താൽ മതി. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ എണ്ണ മതിയാകും. ഈ ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാകുമല്ലോ. അതും ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വേകും. പിസ്സയൊക്കെ കഴിക്കുമ്പോൾ എല്ലാവർക്കും ചിക്കനാണല്ലോ കൂടുതൽ ഇഷ്ടം. ചിക്കന് പകരമായിട്ട് വെജിറ്റേറിയൻസ് പനീർ ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അത് ചേർത്താലും മതി. 1-2 മിനിറ്റ് ഇളക്കിയ ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഇപ്പോൾ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇത് പാനിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് ക്യാപ്സിക്കവും ഒരല്പം ഓണിയനുമാണ്. പിസ്സ ഉണ്ടാക്കാനുള്ള പാൻ റെഡിയാക്കാം. ഒരല്പം മൈദ തൂവി പാൻ ഒന്ന് ഡസ്റ്റ് ചെയ്ത് വയ്ക്കാം. മാവിപ്പോൾ റെഡിയാണ്. നല്ലതുപോലെ ഒന്ന് പൊന്തിയിട്ടുണ്ട്. നമ്മൾ 2-3 മിനിറ്റാണ് കുഴച്ചെടുത്തത്. എന്നിട്ടും മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവാണ്. ഇനി ഒട്ടും തന്നെ താമസമില്ല, നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഒരല്പം മൈദ കൊണ്ട് കല്ലൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ ഈ മാവ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കനം കുറച്ച് സ്പ്രെഡ് ചെയ്യണം. കൈകൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ റോളർ കൊണ്ട് ഒരല്പം കൂടി ഒന്ന് റൗണ്ടാക്കി കൊടുക്കാം. ഇനി ഇത് പാനിലേക്ക് മാറ്റാം. ആ സമയത്ത് തന്നെ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് കൂടി വയ്ക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്. ഇതിൻ്റെ സൈഡ് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിസ്സ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. മോളുടെ അടുത്തൊക്കെ ഞാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സാധനം ഈ പിസ്സയാണ്. അപ്പോൾ ഇതിലൊന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. ഇത് പൊങ്ങി വരാതിരിക്കാനാണ്. ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇതിലിനി പിസ്സ സോസ് വേണം. ഞാനിത് പിസ്സ സോസിന് പകരമായിട്ട് ടൊമാറ്റോ കെച്ചപ്പും ഒരല്പം ചില്ലി കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് പിസ്സ സോസ് റെഡിമെയ്ഡായും കിട്ടും, ഇല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിസ്സയുടെ 2-3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മിനി പിസ്സയും ഒക്കെ ഉണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ ഇതിൽ മറ്റൊന്നും തന്നെ ഇല്ല. എന്തൊക്കെയാണ് ഡെക്കറേഷനുള്ള കളർഫുള്ളായിട്ടുള്ള സംഗതികളുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്.
പിസ്സ എത്രയൊക്കെ നമ്മൾ ഒരുക്കിയാലും മതിയാവില്ല, അത്രയ്ക്ക് ഭംഗിയല്ലേ കാണാൻ. ഇനി ഒരല്പം ബട്ടർ ഇതിൻ്റെ സൈഡിലൂടെ പുരട്ടി കൊടുക്കാം. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആവശ്യത്തിനുള്ള ചീസ് കൂടി ചേർക്കാം. ഒരല്പം ഇറ്റാലിയൻ സീസണിങ് കൂടി ചേർക്കുന്നുണ്ട്. പിസ്സയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചീസാണ്. ചീസ് എത്രയാണ് ആവശ്യം അത്ര അനുസരിച്ച് ചേർക്കുക. 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. ഇപ്പോൾ ഇവിടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. വീട് മുഴുവനും പിസ്സയുടെ മണമുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് ഒരു പിസ്സ റെഡിയാക്കിയതെന്ന്. മാവ് ഒന്ന് പൊങ്ങാനുള്ള ആ ടൈം മാത്രമേ വേണ്ടിയുള്ളൂ. അപ്പോൾ ഇനി പിസ്സ ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. മാവ് ഒത്തിരി നേരം ഒന്നും കുഴയ്ക്കേണ്ട, വളരെ എളുപ്പത്തിലുള്ള ഒരു പിസ്സയാണ്. ഒരല്പം ഇറ്റാലിയൻ സീസണിങ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കുക. ഞാനിപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്നത് കൊണ്ട് ഞാനതൊന്നും ചേർക്കുന്നില്ല. നല്ല കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. ഏത് പ്രായക്കാർക്കും അസുഖക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. അധികമായിട്ട് ഞാൻ ചീസൊന്നും ചേർത്തിട്ടില്ല, ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി പിസ്സ വേണമെന്ന് മക്കൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ, കടയിലൊന്നും പോകണ്ട. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.